തമ്പുരുനെ തേടി ഇറങ്ങുന്നുണ്ടോ ഞാൻ. ഒരാഴ്ചയായില്ലേ കണ്ടിട്ട്. സാധാരണ അവളെപ്പോഴും വിശന്ന് ഗർഭിണിയായി കഴിഞ്ഞാൽ കുറേ പ്രാവശ്യം ചോറ് അന്വേഷിച്ച് വരണ്ട. അപ്പോൾ ഒന്ന് പോയി അന്വേഷിക്കട്ടെ. അവൾ ഇവിടെയൊക്കെയാണ് ഉണ്ടാവാറ്. ഇത് പുറകിലെ വീട്, ഇത് ഞങ്ങളുടെ വീട്. ഇനി അപ്പുറത്തൊക്കെ ഒന്ന് പോയി അന്വേഷിക്കട്ടെ. ഇന്നലെ രാത്രി ഞാൻ ഈ ചീര സ്വപ്നം കണ്ടു. അപ്പോൾ അതുപോലെ തന്നെ ആ ചീരയുടെ അടുത്തെത്തി. ഈ ടേസ്റ്റുള്ള ചീര. ഇപ്പോൾ ഈ ഗർഭിണിയായി കഴിഞ്ഞാൽ ഭയങ്കര വിശപ്പാണ്. ഒരു ദിവസം ഒരു 5-6 പ്രാവശ്യമൊക്കെ കഴിക്കാൻ പറ്റുന്നതാ. ഒരാഴ്ചയായി കണ്ടിട്ട്. ഇല്ല. ആ ഞാനിപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മറുവശത്തുള്ള ലൈനിൽ, ഈ വീടൊക്കെ ഞാനിപ്പോഴാണ് കാണുന്നത്. വീട്ടിൽ നോക്കുമ്പോൾ കാണുന്നുണ്ട് ഇതിൻ്റെ ബാക്ക് വശം. സ്നേഹതീരം ഫസ്റ്റ് അവന്യൂ, ഞങ്ങളുടെ സ്നേഹതീരം 3rd അവന്യൂ. ഇതൊക്കെ ഒരു പ്ലോട്ട് മാത്രമായിരുന്നു. നല്ല അടിപൊളി. അതെ, സിമ്മം വേടാ. ഇവിടെ കിടന്ന് ഉരുണ്ടുള്ള ചെളി മുഴുവൻ ആക്കാണ്ട് ചേട്ടാ. മമ്മി തമ്പുരിനെ അന്വേഷിച്ച് വന്നോ? വായു, നീ ഒന്ന് കാണിച്ചതാ. ആ അവൻ്റെ പിന്നാലെ പോട്ടെ. എടാ എടാ കാണിച്ചു ചേട്ടാ, തമ്പുരു വല്ലോടത്തേക്ക് പോടാ. സിമ്പം പോണ വഴിക്ക് ഞാൻ പോവാണ്. എടാ പോയി തമ്പുരിനെ കാണിച്ചു ചേട്ടാ. ഈ വീട്ടിലാന്നാ പറഞ്ഞത് ഇവരൊക്കെ. അവൻ പോകുന്നുണ്ട്. ചെല്ല് തമ്പുരു എവിടെ ഉള്ളത് എനിക്ക് കാണിച്ചതാ. ചെല്ലടാ തമ്പുരു. ഈ വീട്ടിൽ 8-9 പൂച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവ അവിടെ വേറൊരു വീട്ടിലേക്ക് പോയിട്ടുണ്ട്. സിംബ ഇവിടെ പോയി. അങ്ങനെ തമ്പുരുവിനെ തേടി അവസാനം ഞങ്ങളുടെ വഴിയിലേക്ക് കറങ്ങിയടിച്ചെത്തി. തമ്പുരു അവിടെ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഒരു വീട്ടിൽ പൂച്ച ചത്ത് കിടക്കണമെന്ന് പറഞ്ഞു. ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പൂച്ച ചത്ത് കിടക്കുന്നു പറഞ്ഞു. അപ്പം ഞാൻ വേഗം അങ്ങോട്ട് ചെന്നു. തമ്പുരാണെന്നറിയും. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വാല് മാത്രം പുറത്തുണ്ട്. അതൊരു അമ്പൂസിൻ്റെ പാല് പോലത്തെ വാല്. അവിടെ ഒരു പൂച്ചയൊക്കെ ഉണ്ട്, അത് തമ്പുരല്ല. അപ്പോൾ ഒന്ന് നോക്കിയേ. ഹലോ, ഒന്ന് നോക്കൂ. ഗർഭിണി പെണ്ണാണല്ലോ.